ഹലോ. എന്ത് പഠിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ വന്നിരിക്ക? അല്ലാപ്പ എന്താ, ഈ രാവിലെ മുതൽ ഉച്ച വരെ അനക്കന്നല്ലേ വിളിക്കണത്. അതും ഉമ്മാന്റെ വിചാരം ഞാൻ പഠിക്കാണെന്നാണ്. അത് ശരിയാ. നാളെ ഒന്നും കാണാൻ പറ്റൂല. എന്തൊക്കെ ഈ പറയുന്നത്? ഏയ് വേണ്ട, ശരിയാവൂല. നാളെ കോളേജ് ഇല്ലല്ലോ, പിന്നെ എന്ത് പറഞ്ഞിട്ടാ ഞാൻ ഇറങ്ങുക? സ്പെഷ്യൽ ക്ലാസ്സോ? നോക്കാം. ഓള് വരുമെന്നൊന്നും അറിയില്ല. ഓൾക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഓള് ഇടക്കിടക്ക് പറയുന്നുണ്ട് അന്നിട്ടുള്ള ബന്ധം നിർത്താനൊക്കെ. ഞാൻ പിന്നെ മെയിൻ ചെയ്യാതെ അങ്ങോട്ട് വിട്ടിക്കാണ്. നോക്കട്ടെ എന്തായാലും. എക്സാമാണ് വരുന്നത്. പഠിക്കാണ് പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ വന്നിരുന്നിട്ട് പഠിച്ചിട്ട് പാസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉമ്മാന്റെയൊക്കെ എനിക്ക് എന്തായാലും കേൾക്കും. പിന്നെ വരാൻ നോക്കാം. കൂടി ആയിക്കോട്ടെ, എന്നിട്ട് പൊട്ടിക്കാം. ഇതിപ്പോ ഒരുനാടി മണ്ടി കറച്ച് വരുന്നേ. ഞാൻ ജെസ്സിനെ കാണാൻ വേണ്ടിട്ട് വന്നതാണ്. ഓളത് രാവിലെ തുടങ്ങിയതാണ് പഠിപ്പ്. അനക്ക് പഠിച്ചാലും എഴുതാനൊന്നും ഇല്ലേ? ഞാൻ എഴുതാനുള്ളതൊക്കെ ഞാൻ രാത്രി തന്നെ എഴുതി വെച്ചിരുന്നു. പഠിക്കാനും ഉണ്ടായിരുന്നതും രാത്രി തന്നെ പഠിച്ച്. ഇങ്ങനെ വായ്പ നടന്നോ? അനക്കെന്താ ഓളെപ്പോലെ രണ്ടക്ഷരം പഠിച്ചാല് ഇനിയിപ്പോ പരീക്ഷ ഒക്കെയാണ് വരുന്നേന്ന് പറഞ്ഞു കേട്ട്. ഇങ്ങനെ തെണ്ടി നടന്നിട്ടുണ്ടെങ്കിൽ പരീക്ഷയിലൊക്കെ പാസ്സാവോ? ഓളത് നേരം വെളുത്ത വാതിലടച്ചിരുന്ന് ആരെ ശല്യം ഇല്ലാതെ എന്റെ കുട്ടി ഇരുന്ന് പഠിക്കും. ഓളെ കണ്ടിട്ട് പഠിക്കാൻ നോക്കിച്ച്. ഞാൻ മോളൊന്ന് പോയി കാണട്ടെട്ടാ. എന്റെ കുട്ടിയുടെ പഠിപ്പും കൂടി ഇല്ലാതാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വന്നിക്കണെന്ന് ഇപ്പൊ നേരം വെളുത്തേക്കന്നെ. എന്റെ കുട്ടി പഠിക്കണം. അതാണ് ഓളമ്മ പറഞ്ഞ പഠിപ്പ്. ഓളമ്മക്ക് നമ്മളൊക്കെ മോശക്കാരായ മക്കള്, പല മക്കളാണെങ്കിൽ നല്ല മക്കളും. ഇവിടെ സ്വഭാവം നിക്കല്ലേ അറിയുള്ളൂ. അതാ ആരാ വന്ന് വാതിൽമ മുട്ടുണ്ടെന്ന്. ശരി എന്നാല്. ആരാ? ഞാനാടി. തുറക്ക്. അയ്യാണ് ഇങ്ങോട്ട് കേറി പോരെ. ഞാൻ വാതിൽ വിട്ടിട്ടില്ല. എന്റെ അമ്മ പറഞ്ഞു ഇജ്ജ് നല്ല പഠിത്തത്തിലാണ്. ഇപ്പൊ ഞാൻ കേട്ടല്ലോ എന്റെ പഠിക്കലൊക്കെ. ഓനിട്ട് സൊള്ളലാണല്ലേ എന്റെ പണി. അമ്മാന്റെ മുന്നിൽ ഞാൻ നല്ല പഠിക്കണ കുട്ടിയാണ്. എന്റെ അമ്മാന്റെ മുന്നിൽ ഈ നല്ലൊരാളും ഞാനൊക്കെ എപ്പോഴും വടക്കെട്ടിട്ടുള്ള ആളും ഞാൻ കൊണ്ട് വരുന്നതും കൂടി എന്റെ അമ്മക്ക് ഇഷ്ടമല്ലാ തോന്നുന്നുണ്ട്. എടീ എന്തിനു ഓനക്ക് ഇങ്ങനെ വിളിക്കാൻ നിക്കണേ? ഇതൊന്നും ശരിയല്ലട്ടോ. ഇതൊന്നും ഉണ്ടാ പൊയ്ക്ക. ഇതൊക്കെ നിർത്താൻ വേണ്ടിട്ട് അതൊക്കെ തുടങ്ങിയിരിക്കണത്. ഞാൻ നിർത്തോന്നുണ്ട്. അത് ചിപ്പളല്ല അറിയാം. അനക്ക് കിട്ടുമ്പോഴേ പഠിക്കുള്ളൂ. പിന്നെ ഇനി നാളിന്റെ പിന്നാലെ ബീച്ചിൽ ഒന്ന് വരുമോ? ഓനാണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. കാണാൻ വേണ്ടിട്ട് അത്രേ. നമുക്ക് രണ്ടാക്കും കൂടി പോവാ. ഞാനൊന്നുമില്ല. താത്താന്റെ വീട്ടിൽ ഒറ്റയ്ക്കോട് പോയാ മതി. എന്നിട്ട് വേണം അവസാനം ഞാൻ കൊണ്ടുപോയി എന്നുള്ള പേരും കൂടി കേൾക്കാൻ. അതിന് തീരെ താല്പര്യമില്ല എനിക്ക്. നമ്മളെ ഇവിടുത്തെ നാട്ടുകാരാണ്. ഓല അറിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ പറയണ്ടില്ല. ഇന്നിന്റെ കുടുംബത്തിനെ ഇല്ലാതാക്കും നാട്ടുകാര്. ഇജായിട്ട് പോയാ മതി. ഇജ് പോവേ വരെ എന്താച്ച കാട്ടിക്കോ. ഇന്നേക്ക് ഇജ് കൂട്ടന്നെ വേണ്ടട്ടാ. നാട്ടുകാരോട് പോയി പണി നോക്കാൻ പറയും. ഈ അങ്ങനെ പറയല്ലേടി. ഒന്നിന്റെ കൂടെ വന്നാളാ. ഒരു നല്ല കുട്ടിയില്ല. താത്താന്റെ കുട്ടി ഒറ്റക്കാണ് പോയാ മതി. പിന്നെ കാമുകനെ കാണാൻ പോവല്ലേ.
അതിന്റെ ഇടയിൽ എന്തിനാ ഞാന് നിങ്ങള് രണ്ടാളും വർത്താനം പറയാനാണ് പറഞ്ഞിട്ട് അവിടെ പോകും. പിന്നെ ഞാൻ ഒറ്റക്ക് അവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ഓന്റെ കൂട്ടുകാരുണ്ടാവൂടി. ഏയ് ഓന്റെ കൂട്ടുകാരും വേണ്ട ഓനും വേണ്ട. എനിക്ക് ഒറ്റക്ക് പോയിക്കോ. ഞാൻ ഇല്ല. നാളെ ഒരു ദിവസം മനസ്സിലാക്കി കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. ക്ലാസ്സും ഇല്ല, സ്പെഷ്യൽ ക്ലാസ്സും ഇല്ല, ഒന്നും ഇല്ലാതെ. ഈജ് നേരത്തെ പോയിക്കോ. നാട്ടിക്ക് പോയിക്കോളാം ഇല്ലാന്നുണ്ടെങ്കിൽ. ഞാൻ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങാ. നിജായിട്ട് കോളാക്കാൻ നിക്കണ്ട. ഈ പെണ്ണ് പെണ്ണിന്റെ പഠിപ്പും കൂടി കല്ലത്താക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് വന്നിട്ടത്. ഇജ്ജ് പഠിക്കാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ രണ്ടാളും കൂടി ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയാ. ഞാൻ എന്നാ പോവട്ടെടി. ഇജ്ജ് പഠിച്ചോ. അന്ന് ഇജ്ജ് പോയിക്കടി. ഓള് പഠിച്ചോട്ടെ. ഇജോ പഠിക്കണില്ല. രണ്ടും കൂടി കണ്ടിട്ട് ഇനി ഓളും പഠിക്കാതിരിക്കും. ഇങ്ങനെ പോവാണേ പോയി. നല്ല മഴക്കാറും ഉണ്ട്. അന്നോട് ഞാൻ പറഞ്ഞിക്കണ ആ പെണ്ണിന്റെ ഒപ്പം നടക്കരുത് എന്നുള്ളത്. എന്തൊക്കെ എത്ര തോന്നെ നിങ്ങൾക്ക് രണ്ടാ കൂടി വർത്താനം വരാനുള്ളത്. അനക്ക് എന്താ പുസ്തകങ്ങൾ എടുത്തൊന്ന് പഠിച്ചൂടെ? ഓളോ പഠിക്കണില്ല. ഇജു അതേപോലെ തന്നെ ആവാൻ നിക്ക. എന്റെ പൊന്നാരമ്മ ഓൾ എന്നോട് ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടിട്ട് വന്നതാണ്. ഡൗട്ട് ചോദിക്കല് ഓൾക്ക് ഒരു ഉത്തരം ഇജ് പറഞ്ഞു കൊടുക്കണ്ട. ഓള് വേണമെന്നുണ്ടെങ്കിൽ ഇരുന്ന് പഠിച്ചോളും. പഠിക്കണവും കൂടി ഇല്ലാതാക്കാനായിട്ട് ഇങ്ങനെ നേരം നോക്കുമ്പോ ഇങ്ങോട്ട് വരും. വേറെ പഠിച്ചോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നാലെ പണിയോട് എടുക്കാവായോ? സമാധാനം. ഇന്നായിട്ട് കുറച്ചധികം ചാറ്റ്. പഠിക്കലൊക്കെ പിന്നെ പഠിക്കാം. രാത്രി വിളിക്കാന്ന് പറയാം. നമുക്കൊന്ന് പോയാലോ? നേരെ ഒരുപാട് അയക്കണ്. 4 മണിയല്ലേ ആയിട്ടുള്ളൂ. എന്താ എത്ര ധൃതി? ഇനി മറ്റോളം എന്തേലും പെരയിൽ പോയി പറയും. ഇതിന് ഓളെ വാക്ക് കേൾക്കണേ. എന്നാലും പേടിയാണ്. പോവാൻ നോക്കുന്ന സമയം ഒഴുകുന്നുണ്ടെങ്കിൽ എന്നാ വാ പോവാ. മൂട്ടിക്കണം. പക്ഷെ ഒന്നുകൂടി വലുതാവ് കാണാനില്ല. ഇതിൽ കൂടെ ഉണ്ട് കടക്കണ്ടില്ല. നേരിട്ട് തന്നെ വന്നാ മതിയായി. കൂടെ ആണെങ്കിൽ ചിറ്റി വാളിയുള്ള മടി. പറമ്പിലൊക്കെ അറച്ചു കൂട്ടും. ഇത് പോക്ക അവിടെ പണി. ഏടി എന്താ പണക്ക് അവിടെ പണി? ഞാനേ ഒരു ഓമക്കായ പൊട്ടിക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതായിരുന്നു. അതാണെന്നുണ്ടെങ്കിൽ ചെറിയതാണ്. ഒക്കെ മൂക്കും ചെയ്തിക്കണ്. ഒറ്റൊന്നും വലിപ്പില്ല. അല്ല ഇജ്ജ് എവിടക്ക് പോയാ? ഞാൻ എന്റെ അടുത്തേക്ക് തന്നെ വന്നതാടി. എന്റെ അടുത്തേക്ക് വന്നതാണ്. എന്നാ അത് കേറടി. വായോ? ഇല്ല മളെ, ഞാൻ കേറണൊന്നുമില്ല. എനിക്ക് ആ പീടികയിലൊന്ന് പോവും വേണം. എന്നാ ഇതിൽ കൂടെ ഒന്ന് കേറിയ നമ്മളെ റുക്കാത്താന്റെ പെരടെ ആയിക്കൂടെ. ആയിക്കൂടെ ഒന്ന് കേറിങ്ങാണ്ട് ഇങ്ങനെ കറക്ക. ഇനിയിപ്പോ ഇങ്ങനെ പോവാ. പീടിയേക്ക് അങ്ങനെ കറക്കാച്ചിട്ടാ. അല്ല എന്റെ മകളെവിടെ? ഇവിടെ ഉണ്ടാ? ഓള് അവിടെ ഉണ്ട്. ഓൾക്ക് പരീക്ഷയല്ലേ വരുന്നത്. ഓള് പഠിക്കാണ്. എന്തേ? അല്ലടി നാട്ടുകാരൊക്കെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞേക്കണ്ടല്ലോ എന്റെ പെണ്ണിനെ പറ്റിട്ട്. നാട്ടുകാരെന്ത് പറയുന്നേ? എന്താ സംഭവം? എന്റെ പെണ്ണിനെ ഒരു ചെക്കനും കൂടി എന്താ ബീച്ചിൽ വെച്ച് കണ്ടുന്നോ അങ്ങനെ എന്തൊക്കെയാ പറയുന്നേക്കാണ്ട്. ഓള് ഇന്നലെ കോളേജിൽ പോയിന്ന്. ഓൾ ഇന്നലെ രാവിലെ പോവും ചെയ്തിക്ക്. എന്താ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാണ്ട്. എന്തേ? പിന്നെ നമ്മളെ സൈനാന്റെ മകള് എന്റെ പെണ്ണിന്റെ ഒപ്പല്ലേ പഠിക്കണത്. ഓൾ ഇന്നലെ പോയിട്ടില്ലല്ലോ. ഒരു രണ്ടാളും കൂടി ഒപ്പല്ലേ പോക്കിയെന്നു. ഇനി ഓളെ മകളെ എന്നാ കോളേജിക്കൊക്കെ പോവാ. ഇടക്കിടക്ക് ലീവാണ്. എന്റെ കുട്ടി എന്നും പോവും. പിന്നെ ഇപ്പൊ ഈ പരീക്ഷ ആയ കാരണം എന്നും രാവിലെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവും. അത്ര ഓരോ വിഷയത്തിന്റെ. ഇന്നലെ ഉണ്ടായിക്കണ്. ഓൾ ഇന്നലെ പോയിട്ടുണ്ടാവൂല. ഞാൻ രാവിലെ ഇവിടെ വന്നുങ്ങാണ്ട് ഇവളോട് എന്ത് സംശയം ചോദിക്കാനാണ് അറിയാനായിട്ട് വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ പോവും ചെയ്തതാണ്. പോയിട്ടുണ്ടാവൂല ഇന്നലെ.
ഇന്നലെ അതിന് കോളേജും ഉണ്ടായിട്ടില്ല. പിന്നല്ലേ സ്പെഷ്യൽ ക്ലാസ്. ഓളെ മകൾ തന്നെ പറഞ്ഞല്ലോ കോളേജൊന്നും ഉണ്ടായിട്ടില്ലാന്ന്. അപ്പൊ ഞാൻ വരുമ്പോ ഓളോടും ചോദിച്ചു നോക്കി എന്താ സംഭവം. അപ്പൊ ഞാൻ ഓളോട് ചോദിക്കിയ കാര്യങ്ങള്. അപ്പൊ ഓളെല്ലാ കാര്യവും എന്നോട് പറഞ്ഞു. ഇന്നലെ ഒരു 4 മണിയൊക്കെ ആയപ്പോ ഇങ്ങോട്ട് എത്തും ചെയ്തിക്കണ്. പിന്നെ ഞാൻ അതിനെ പറ്റി ഒന്നും ചോദിക്കും ചെയ്തില്ല. എന്നും വരുന്നതിന്റെ മുന്നേ എത്തിക്കണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ നേരത്തെ വിട്ടേക്കാരെന്ന് വിചാരിച്ചിക്കണ്. ഇങ്ങനെ ഒരു സംഭവം ഉള്ളതൊന്നും ഒക്കെ അറിയില്ല. രാവിലെ ഉണ്ട് ഔത്തുകാണ്ട് കേറിയ പിന്നെ ഓള് ഇങ്ങോട്ട് ഇറങ്ങണത് വൈകുന്നേരമൊക്കെ ആവും. പഠിക്കുകയാണെന്ന് അറിയും. ഉച്ചക്കൊക്കെ ചോറുന്നാൻ വിളിച്ചിട്ടേ വരുള്ളൂ. അല്ലാതെ ഒന്നും കൊണ്ട് ഇറങ്ങി വരൂല. അപ്പൊ ഇതൊക്കെയാണ് അപ്പൊ ഓള് കാട്ടി കൂട്ടണല്ലേ. ഒരു നാട്ടിലെല്ലാരും അറിഞ്ഞിക്കണ. ഇനി ആരും അറിയാനില്ല. വിളിച്ചിക്കണ എന്റെ മകള് ഇജ്ജ് വാ എന്റെ പിന്നാലെ അറിഞ്ഞിട്ട്. ഓള് പോയിട്ടില്ല പറഞ്ഞു എന്നോട്. അമ്മാനോടും പറഞ്ഞിന്ന് ഓള്. എന്നെ കൊറേ വിളിച്ചുമ്മ, ഞാൻ പോയില്ല. ഇക്ക് അതൊന്നും ഇഷ്ടമില്ല. ഞാൻ പറഞ്ഞതാണ് നാട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മോശമാണ് എന്നുള്ളതെന്ന്. എന്നിട്ട് ആ കുട്ടി പോയിട്ടില്ല. എന്റെ മകൾ ഒറ്റക്ക് എന്നിട്ട് പോയിക്കണത്. ഇനി ഓളോടൊന്നും പറയാനൊന്നും നിക്കണ്ട. ഒന്ന് ചോദിച്ചാ മാത്രം മതി. പിന്നെ ഞാൻ ഓളോട് ചോദിക്കാതിരിക്കുക. അവിടെ ചെല്ലട്ടെ, ഞാൻ ഓളെ പൂതി ഞാൻ കാണിച്ചു കൊടുക്കാം. ഓൾക്ക് ആരോടേലും ഇഷ്ടമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ. ഞാൻ അറിയാതെ ഓൾക്ക് കറങ്ങാനൊക്കെ നടക്കാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ എന്തൊക്കെ പറഞ്ഞിക്കണെന്ന് അറിയോ. ആ കുട്ടി കാരണമാണ് ഇപ്പോൾ പഠിക്കാത്തതെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത്. അതൊരു പാവാണെന്ന് ഇപ്പോഴല്ലേ ഞാൻ അറിഞ്ഞത്. ഇനി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. കാര്യങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് ചോദിച്ചറിഞ്ഞാൽ നല്ല ബന്ധാണെന്നുണ്ടെങ്കിൽ നമുക്കത് നടത്താലാ. എന്നിട്ട് കേറുന്നില്ലേ? ഇല്ലേടി, ഞാൻ കേറുന്നില്ല. ഞാൻ ആ പീടിയേക്കൊന്ന് പോവട്ടെ. ഇനിയിപ്പോ എന്തായാലും ഇജൊന്നും വിഷമിക്കൊന്നും വേണ്ട. ഒക്കെ ശരിയാ. അല്ലിജ് നാളെ കുടുംബശ്രീക്കില്ലേ? ഇല്ല, ഞാൻ 2 ദിവസത്തിന് കുടുംബശ്രീക്കൊന്നും ഇല്ല. നിങ്ങൾ പോയിക്കോണ്ട്, ഞാൻ വരണ്ട്. ആ ചുരുമ്പട്ടോള് ഇതിനാണല്ലേ കോളേജിക്ക് എന്ന് പറഞ്ഞിട്ട് നേരെ മുഖത്തേക്ക് കെട്ടി ഇറങ്ങി പോയിക്കണത്. കിട്ടുക്ക ഞാൻ ഉൾക്കൊള്ളത്. പുസ്തകം തുറന്ന് വെച്ചില്ലാന്നുള്ള പരാതി വേണ്ട. എന്തായിട്ട് എനിക്ക് ഫോണായിട്ട് പണി? ഞാൻ ഫോണിൽ നോക്കിയിട്ട് പഠിക്കാണ്. അപ്പൊ ഫോണിലൊക്കെയാണ് പഠിക്കാനുള്ളത് വിടുന്നത്? അത് മാഷ് ഇതിക്ക് നോട്ട് വിട്ടാ നിക്കണേ. അത് നോക്കിയിനി ഞാന്. നമുക്ക് എന്റെ സാറാണോ വിട്ടിരുന്ന് അതോ ഇത് ബീച്ചിക്കൊപ്പം പോയ ചെക്കനോ? ചെക്കനോ? ഏതിനൊക്കെ? ഇജിന്റെ മോത്ത് നോക്കിട്ട് നോണ അറിയാൻ നിക്കണ്ട കേട്ടോ. ഇജ് ഇന്നലെ എവിടുക്കാടി പോയിന്നത്? ആരെപ്പാടി പോയിന്നത്? എന്റെ ക്ഷമ കെടുന്നു. നമ്മുടെ നാട്ടുകാര് മൊത്തം എന്നെ കണ്ടിക്കണം അവിടെ വെച്ചിട്ട്. ഞാൻ മാത്രം അറിയാത്തുള്ളൂ. ഇപ്പൊ ആ ജമീല വന്ന് പറഞ്ഞപ്പോ സമാധാനായി നിക്ക്. നാട്ടിക്ക് ഞാൻ എങ്ങനെ ഇറങ്ങി നടക്കുക പറഞ്ഞാട്ട്? എന്ത് ചോദിച്ചാലും അവൾക്ക് നാവില്ല. അവള് നേരം വെളുത്താ ഓള് പുസ്തകം എടുത്ത് പഠിക്കല്ലേ റൂമിൽ ഇരുന്നിട്ട്. നമുക്ക് ഓനക്ക് വിളിയേക്കാരല്ലേ എനിക്ക് പണി. ഞാൻ ആ പാവം പിടിച്ച പെണ്ണിനെ ഞാൻ എന്തൊക്കെ പറഞ്ഞെന്നറിയോ? അത് കാരണമാണ് എന്റെ പഠിപ്പ് മുടങ്ങണെന്ന് വരെ ഞാൻ പറഞ്ഞു. അപ്പോഴും അനക്ക് നാവില്ല. ഓളെ ഞാൻ കുറ്റം പറയുമ്പോഴും ഇജ്ജെന്നാ തിരുത്തലുണ്ടോ? അതുമില്ല. അപ്പോൾ അതിന്റെ മേത്തേക്കാണ് ഒക്കെയും ചെല്ലണത്. നമുക്ക് നാണുണ്ടടി, നാണണ്ടാ? ഒരു ചെക്കനിട്ടോട് കറങ്ങാൻ പോയിക്കണ്. ഞാനും ഒന്ന് ഇഷ്ടത്തിലാണ്. ഞാൻ ഓനെ കല്യാണം കഴിക്കുള്ളൂ. ഇഷ്ടത്തിലാണ്. ഞാൻ എന്നാണ് ആ അമ്മാന്റെ കുട്ടി ഒളിച്ചോടുന്നത്? അവൻ കൂടി പറഞ്ഞാട്ട് അവൻ കൂടി അറിഞ്ഞാണ്ട് ഇരിക്കാതെ നിക്ക്. ഞാൻ കല്യാണം നല്ല ഞാൻ നടത്തി തരാട്ടാ. എനിക്ക് ആദ്യം തന്നെ എനിക്ക് പറയായിന്ന്. എനിക്ക് ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പറയായിന്ന്. അപ്പൊ ഓനെ കല്യാണം കേൾക്കാൻ വേണ്ടിട്ടൊന്നും ആവൂല ഓന്റെ പിന്നാലെ കറങ്ങിയിട്ടുണ്ടാവുക. അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ പറയില്ലേ? ഇജ്ജ് പറഞ്ഞിക്കണ എന്നോട് ഞാൻ നല്ല നടത്തി തരണ്ട ഞങ്ങൾ രണ്ടാളെയും കല്യാണം. നീ ഇവിടുന്ന് പടി പുറത്തിറങ്ങണൊക്കെ ഒന്ന് കാണണം. പഠിപ്പ് വേണ്ട, ഒന്നും വേണ്ട. പരീക്ഷക്ക് ഇവിടുന്ന് പോവില്ല. കണ്ടോണ്ടു.
ശ്ശേ, ഞാൻ വിചാരിച്ച ആരും കണ്ടിട്ടുണ്ടാവൂല. അതാണ് അത്രയും ദൂരം വരെ പോയത്. അവിടെ ഞങ്ങളെ നാട്ടുകാരെത്തിയോ? വല്ലാത്തൊരു കഷ്ടം. ഇനിയിപ്പോ ഓണേക്കാരന്മാർക്ക് നല്ലോള്. ഞാൻ എന്നൊരു മോശക്കാരത്തി നീക്കാരം. ഷോ, ഇനിയിപ്പൊ എന്താ ചെയ്യാ? എന്നിട്ടിപ്പോ ആരെക്കാരെ കണ്ടിട്ടുണ്ടാവുക? ഞാനാണെങ്കി ആരും കണ്ടിട്ടില്ല. വല്ലാത്തൊരു കഷ്ടം. ഇനിയിപ്പൊ എന്താ ഞാൻ അവനോട് പറയാ? ആകെ പ്രശ്നമല്ലോ. ഇനിയിപ്പൊ പഠിക്കാനെന്നുള്ള പേരിൽ ഇനിയിപ്പോ കോളേജിലേക്കും പോവാൻ പറ്റൂല. പക്ഷെ